അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമാണ് നാളെ വരുന്നത്. ഈ നാളത്തെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈണം എന്നാണ് അതിൻ്റെ പേര്. നമസ്കാരം. ഔ TV 24/7 ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അജിത്താണ്. അജിത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. എഴുത്തുകാരന് മാത്രമല്ല, സാമൂഹിക പ്രവർത്തകനാണ്, ഒരുപാട് സംഘടനകളുടെ നിറസാന്നിധ്യമാണ്, കോമ്പയറാണ്. അപ്പോൾ അജിത്തെ നമസ്കാരം. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ തിരക്കിൽ നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആയിക്കോട്ടെ. ഈ പ്രവാസം തുടങ്ങിയിട്ട് എത്ര വർഷമായി? പ്രവാസം UAE വന്നിട്ട് ഇപ്പോൾ ഒരു 9 വർഷമായിട്ടുള്ളൂ. അതിന് മുന്നേ സൗദിയിലുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ബോംബെയിൽ ഏകദേശം ഒരു 86 മുതൽ 2005 വരെയുള്ള കാലഘട്ടം, കഷ്ടി 20 വർഷത്തോളം ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെയാണ് എന്നെ ഇത്തരത്തിലേക്ക് ആക്കിയെടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരുപാട് കലാകാരികളെ ചേർത്ത് നിർത്തി പോകാനുള്ളൊരു ഒരു പ്രചോദനം വന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു വേദിയിൽ കാണുമ്പോൾ ഒരു വട്ടെങ്കിലും അവരുടെ അടുത്തൊന്ന് പോകണം, അല്ലെങ്കിൽ ഒന്ന് മുന്നിലിരുന്ന് കാണണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊന്നും അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമുകളായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് പലരും കാണുന്നതും പലരുമായിട്ട് അടുത്ത് ഇടപഴകണം. അപ്പോൾ നമ്മളെക്കാൾ എത്രയോ വലിയ കലാകാരന്മാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും അവസരം കിട്ടാതിരിക്കുന്ന ഒരു ഇത് പലപ്പോഴും കണ്ടിരുന്നു. അപ്പോഴേക്കും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൂടെ ചേർക്കണം എന്നുള്ളത്. പക്ഷേ ദൈവം ഇപ്പോഴാണ് അതിനൊരു നിയോഗമായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഇത്തരം പ്രോഗ്രാമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഈവൻസുമായിട്ട് പോകുന്ന സ്ഥിതിക്ക് പല ആൾക്കാരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ പ്രോഗ്രാമിലും ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി തീർച്ചയായിട്ടും കഴിവുള്ള ആൾക്കാരെ പരിഗണിക്കും, അംഗീകരിക്കും. ഒപ്പം തന്നെ അവർക്കുള്ള അവസരങ്ങളും കൊടുക്കും. അതായത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ. ഇപ്പോൾ ഞാൻ കൂടുതൽ പോകുന്നത് ഗാനമേളകളായിട്ട് ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ചും പഴയ കാലത്തുള്ള പാട്ടുകൾ. അതാണ് അറിയാലോ, ഇപ്പോൾ നമ്മളെ മനസ്സിലൊക്കെ ഇന്നും ഓർമ്മ നിൽക്കുന്നത്, അല്ലെങ്കിൽ വരികൾ പോലും അതേപോലെ ഓർമ്മയുള്ളത് ഒരു 80s മുന്നേയുള്ള കാലഘട്ടങ്ങളിലുള്ള പാട്ടുകളാണ്. അപ്പോൾ അത്തരം പാട്ടുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് ഞാൻ കൂടുതൽ പ്രോഗ്രാം ചെയ്യാറുള്ളത്. ഒപ്പം തന്നെ കവിതകൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഥയും ഒപ്പം തന്നെ പാട്ടുകളും എല്ലാമായിട്ട് സർഗ്ഗകലകളുടെ പോഷണത്തിനും പ്രചരണത്തിനായിട്ട് അതെ ഞാൻ എൻ്റെ ജീവിതം നീക്കി വെച്ചേക്കാണ്. അപ്പൊ എന്റെ കൂട്ടത്തിൽ ആർക്കൊക്കെ സഹകരിക്കാൻ പറ്റുന്നു അവരെല്ലാം കൂടെ ചേർത്ത് നിർത്താം. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഓരോ ഈവന്റ് വരുമ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു 4 പേര് അല്ലെങ്കിൽ 5 പേര് പുതിയ ആൾക്കാരാണ്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ഒരുപാട് കലാകാരന്മാരുണ്ട്. അവർ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൂടെ ഒരു വേദി കിട്ടിയിരുന്നെങ്കിൽ. അപ്പം അജിത്തിനെ പോലുള്ളവര് അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ അത് ശരിക്കും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അതെ, വളരെ സന്തോഷം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആഗ്രഹങ്ങളാണ് ഇത്തരം ഒരു അവസരം ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. അതായത് അവർ പിന്നെ എന്നെ അവർ നെഞ്ചിലാണ് എന്നെ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ സന്തോഷം വലുതാണ്. കാരണം എത്ര പ്രോഗ്രാം നടത്തുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാട്ടെങ്കിൽ ഒരു പാട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം, ഇനിയിപ്പോൾ വേണ്ട ഒരു ആങ്കറിങ്ങിനൊരു അവസരം കിട്ടുകയാണെങ്കിൽ എങ്ങനെ അവസരം കിട്ടിയാലും ഞാനത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വീതിച്ചു കൊടുക്കുക. കാരണം അവർ ഞാനും കൂടി ചേരുമ്പോഴാണ് നമ്മളായി തീരുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മാത്രമായി തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെയാണ് ഇത്രയും വർഷമായിട്ട് അങ്ങനെ പോകണത്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ അജിത്ത് തന്നെ ഇവിടുത്തെ 3ഓളം സംഘടനയുടെ ഫൗണ്ടറാണ് അല്ലേ? അതെ. അത് ഏതൊക്കെയാണ് സംഘടനകൾ? ജില്ലാടിസ്ഥാനത്ത് ഞാൻ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത് മനസ്സിലൊരു ആഗ്രഹം തോന്നി. അങ്ങനെ തുടങ്ങിയതാണ് 2018 ഡിസംബർ 7 നമ്മുടെ തൃശ്ശൂർ എന്നൊരു നമ്മുടെയാണ്. അതെ. കാരണം നമ്മുടെ ലോക്കൽ ഭാഷ അതാണ്, നമ്മുടെ എന്ന് പറയില്ല, നമ്മുടേതാണ്, അതിന് സുഖം വേറെയാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ എന്നുള്ളൊരു ബേസിൽ ആ ഒരു ഗ്രൂപ്പ് തുടങ്ങി. ഇന്നിപ്പോൾ 7 വർഷം കഴിഞ്ഞു. ഈ വരുന്ന 2025 ഡിസംബർ 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ 7ാം വർഷമാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് കൊറോണ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൊല്ലത്തിൽ പ്രോഗ്രാം നടത്താൻ പറ്റിയില്ല. പക്ഷേ 6ാമത്തെ പൂരമായിട്ട് ഈ വർഷം വളരെ ഭംഗിയായിട്ട് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമാണ് നാളെ വരുന്നത്. ഈ നാളത്തെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈണം എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ ഒരു 6 വർഷം മുന്നേ ഈണം എന്നുള്ള ആ പേരിട്ട ആളും ഞാൻ തന്നെയാണ്. ആ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈദും ഈസ്റ്ററും ഓണമൊക്കെ ഏകദേശം അടുത്തടുത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു മതമൈത്രി എന്നുള്ള ബേസിലിട്ട പേരാണ് അത്. പിന്നെ എല്ലാ വർഷവും ഈണം എന്നുള്ള ബേസിൽ പോയി തുടങ്ങി. അപ്പോൾ ഈദും ഈസ്റ്ററും അപ്പുറത്തുണ്ട്, ഒപ്പം തന്നെ ഓണമുണ്ട്. അങ്ങനെ അത് ഈണമായി അങ്ങനെ മാറ്റിയെടുക്കുക ചെയ്ത്. അപ്പോൾ ആ പ്രോഗ്രാം നാളെ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഉമൽ ഖോയിനിൽ വെച്ച് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഓണസദ്യ എല്ലാം കൂടിയായിട്ട് ഭംഗിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നവംബർ 15, 16 അന്നാണ് ഞങ്ങളുടെ പൂരം വരുന്നത്.
അറിയാലോ ദുബായിൽ നമ്മുടെ തൃശ്ശൂർ നടത്തിയിട്ടുള്ള പൂരം എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ? അതെ അത് അതായത് ശരിക്കും തൃശ്ശൂരിനെ റീക്രിയേറ്റ് ചെയ്യുന്നതാണ്. യെസ്, അതാണ് സത്യം. കാരണം തൃശ്ശൂരുള്ള അത് പ്രത്യേകിച്ചും നമ്മളെ പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടി വ്യക്തമായിട്ട് പറയണമെങ്കിൽ പൈതൃകത്തിൻ്റെ കാവലാളുകളായി നിന്നിട്ടാണ് ഞങ്ങൾ ആ പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആവേശമാണ്, അതിനേക്കാൾ ഒരു വലിയൊരു വികാരമാണ്. കാരണം അവിടുത്തെ നാട്ടിൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലത്തെ പൂരത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അതേ അവസ്ഥയിൽ നമ്മളും ഇവിടെ കാര്യങ്ങൾ മാറ്റിയെടുത്തു. ഇവിടെ നമുക്ക് ആകെ 1-2 കാര്യങ്ങൾക്ക് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ. അതായത് ആനകൾ, ജീവനുള്ള ആനകൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ പ്രവാസ ലോകത്തിൽ ജീവനുള്ള ആനകളെ പോലും എന്താ പറയുക വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ആനകളെയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 6 ആന നമ്മുടെ കയ്യിലുണ്ട്. ഓരോ വർഷം പൂരം കൊല്ലം മാറുന്നതിനനുസരിച്ച് ആനകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ 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 അത് ഹൈഡ്രോളിക് ആനകളാണ്. അതുകൊണ്ട് വാലാട്ടും തലയാട്ടും അസൂക്കിയാട്ടും അതുപോലെ തുമ്പിക്കൈയെല്ലാം ഉയർത്തും, കണ്ണടയ്ക്കും, അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും അത്രയും. ഓരോ വർഷവും ആനകളുടെ എണ്ണം കൂടുമ്പോഴും ആൾക്കാരുടെ ആവേശം കൂടും. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ അത്തരം ആനകളുണ്ട്. പിന്നെ വെടിക്കെട്ട് പറഞ്ഞ വെടിക്കെട്ടിന് ലിമിറ്റ് ഉണ്ട്. പക്ഷേ എന്നാലും ആദ്യത്തെ കൊല്ലം നമ്മൾ ബോളിവുഡ് പാർക്കിൽ വെച്ചാണ് ഫസ്റ്റ് പ്രോഗ്രാം 2019 നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ നമുക്ക് അവിടെ അനുമതി കിട്ടി വെടിക്കെട്ട് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു എന്താ പറയുക 4-5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രീതിയിൽ നല്ല വെടിക്കെട്ട് നമുക്കവിടെ ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴും ഈ വർഷം നമ്മൾ ആഗ്രഹം ഉണ്ട് അത് ചെയ്യണം എന്നുള്ളത്, അനുവദിക്കുമെന്ന് അറിയില്ല. കാരണം ഇപ്രാവശ്യത്തെ പ്രോഗ്രാം സബീൽ പാർക്കിലാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വടക്കുന്നാഥൻ്റെ കട്ടൗട്ട് വെച്ചാണ് പൂരം നടത്താറുള്ളത് എത്തിസലാത്ത് അക്കാദമിയിൽ. ഇപ്രാവശ്യം സബീലിൽ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വടക്കുന്നാഥനായിട്ട് നിൽക്കുകയാണ് ദുബായ് ഫ്രെയിം. അത് അത്രയും വലിയൊരു സംഭവമുണ്ടല്ലോ. അതിൻ്റെ താഴെ ഇത്രയും വലിയ ആൾക്കാർ, അതായത് ഒരു 20,000 ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പൂരത്തിന് വേണ്ടി. മാക്സിമം ആൾക്കാർ പൂരം കാണണം. അപ്പോൾ നമ്മൾ ആ തൃശ്ശൂർ എന്താണോ പൂരം നടക്കുന്നത് ആ പൂരം അതേപോലെ അതേ ആവേശത്തിൽ ഇവിടെ നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നാട്ടിൽ ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ വേണമെങ്കിലും സ്ത്രീകൾക്ക് പോലും പൂരം ഭംഗിയായിട്ട് ആസ്വദിക്കാം. പഞ്ചവാദ്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ മേള നടക്കുമ്പോൾ അവരെ കൂടെ നിന്ന് കൊട്ടിക്കാൻ പോലും നമ്മൾ അക്ഷരകാലങ്ങൾ ആകാശത്ത് നിന്ന് എണ്ണിയെടുക്കുകയാണ്. തൃശ്ശൂർക്കാർക്ക് വെച്ചാൽ ആ താളബോധമുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട്. എല്ലാവർക്കും കൊണ്ടില്ല എന്നല്ല പറഞ്ഞത്, നമുക്കത് കുറച്ചും കൂടി. കാരണം ആ ചെണ്ടര മേളങ്ങൾ കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നിട്ടുള്ളത്. ഓക്കെ, എവിടെ ചെണ്ടപ്പുറത്ത് കോല് വെച്ചാലും അവിടെ ഞങ്ങളുണ്ടാവും, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾക്ക് പോലും ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് അത് ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണമാണ്. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ നിയമത്തിൻ്റെ ആ ഒരു സപ്പോർട്ടും അതിനൊപ്പം ആ നിയമത്തോടുള്ള പേടി, അതുകൊണ്ട് തന്നെ ഇവിടെ ആരും വിളച്ചിലൊന്നും എടുക്കില്ല. നല്ല ആസ്വദിക്കും, ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഒപ്പം തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ നമ്മളോട് സഹകരിക്കാറുണ്ട്. ആ ഒരു നിലയ്ക്ക് പൂരം വളരെ ഭംഗിയായിട്ട് നടക്കണം. ഇക്കൊല്ലത്തെ പൂരം എന്ന് പറഞ്ഞാലും അതേ ലെവലിൽ തന്നെ കഴിഞ്ഞ കൊല്ലം വരെ എങ്ങനെയാണ് നടന്നത് അതിനേക്കാൾ കൂടുതലാണ് ഇക്കൊല്ലത്തെ പൂരത്തെ. ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും ഇതിലേക്ക് അവർക്കും എങ്ങനെ എത്തിപ്പെടാം. അപ്പം അതിന് എങ്ങനെയാണ് ഒരു മാർഗം നമ്മളായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതിൽ വേണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നമുക്കൊന്ന് 056-631-8711. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ തൃശ്ശൂർക്കാർക്ക് മാത്രമുള്ള ഗ്രൂപ്പാണ്. അതുകൊണ്ട് തൃശ്ശൂർക്കാർക്ക് മാത്രമേ അതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പൂരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റും. ഇത് തീരുന്നില്ല, വീണ്ടും അജിത്ത് നമ്മളോടൊപ്പം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് അജിത്തിന്റെ പ്രോഗ്രാമും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.